എന്നും രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിറ്റേ ദിവസവും ഒക്കെ ഭക്ഷണം ആ ടൈമിലാണ് കഴിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റ് ആവുമല്ലേ. നമുക്കിനിപ്പോ 10 മണിക്ക് മുമ്പേ ഭക്ഷണം കിട്ടിയാൽ കഴിക്കാൻ തോന്നില്ല, 10 മണി ആവേണ്ടി വരും അല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ റിപ്പീറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അത് ഹാബിറ്റ് ആവൂലേ. അങ്ങനെയാണ് പലരും എഴുന്നേൽക്കാൻ ലേറ്റ് ആവുന്നതും അതേപോലെ തന്നെ ബാക്കി ഓരോ കാര്യങ്ങളും ഹാബിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് നല്ല നല്ല ഹാബിറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും നമ്മളുടെ ടൈമിന് നല്ല രീതിയിൽ പഞ്ച്വലായിട്ട് കൊണ്ടുപോകാനും ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു 15 ഹാബിറ്റ്സ് ആണ് ഇതിൽ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 15 ഹാബിറ്റ്സും എൻ്റെ ലൈഫിൽ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള കാര്യമാണ്. ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നത്, നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വലിയ റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ എനിക്കതൊരു സപ്പോർട്ടാട്ടോ. ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്കൊക്കെ അല്ലെ. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ തരുന്ന വളരെ വലിയ നല്ലൊരു എനർജിയാണ്. വളരെ സത്യമാട്ടോ. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാമായിട്ട് പോകാൻ പറ്റുന്ന സമയം ഏതാണോ ആ ഒരു സമയം നോക്കി നിങ്ങൾക്ക് എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പം പൊതുവേ എല്ലാവരും ഹറിബറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു 30 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി തീരുമാനിക്കുക. ജസ്റ്റ് ഒരു അരമണിക്കൂർ നേരത്തെ അല്ലേ ഉള്ളൂ. അത് വളരെ വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ആ ദിവസം വളരെ റിലാക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഹറിബറി ഒന്നും ഇല്ലാതെ. അത് നിങ്ങളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും കേട്ടോ. ഇതാട്ടോ എൻ്റെ ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് അറിയോ, നിങ്ങൾ എന്ത് കാര്യമായാലും നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്താണോ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ തലേ ദിവസം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ, നിങ്ങൾ എഴുതി വെച്ച് ഒരു പിറ്റേ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മൂന്നാമത്തെ ഹാബിറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാട്ടോ. ആരും എന്ത് പറഞ്ഞാലും അത് സഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പറയാൻ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. കാരണം എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ അത് ചെയ്യാതെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ഫുള്ള് മാറിയിട്ടില്ല. കാരണം നമ്മളെല്ലാം ജീവിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ. നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, നമ്മുടെ മുതിർന്നവരായിക്കോട്ടെ മറ്റുള്ളവർക്ക് നമ്മൾ നോ പറയാൻ പാടില്ല എന്നുള്ളതായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും അവിടെ സ്ലോ ആയി പോകുന്നുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട്. അപ്പം കുറച്ചൊക്കെ നോ പറയാൻ വേണ്ടി ശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ നേട്ടാട്ടോ. അതൊരു നല്ല ഹാബിറ്റും കൂടിയാണ്. ഇനി നെക്സ്റ്റ്, നിങ്ങൾ വായിക്കുന്നവരാണോ? ബുക്ക് വായിക്കാൻ ഇഷ്ടമാണോ? പൊതുവെ ഇപ്പൊ വളരെ കുറവല്ലേ ആൾക്കാർ വായിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പോലും ടൈം ഇല്ലാത്ത ആൾക്കാരാണ്. ഞാൻ അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ടില്ല കേട്ടോ. ടൈം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദിവസമെങ്കിലും 10 പേജെങ്കിലും വായിക്കുക. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാട്ടോ. 10 പേജ് വേണോ, 20 വേണോ, അല്ലെങ്കിൽ 5 പേജ് മതിയോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക കേട്ടോ. വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഞാൻ കുട്ടിയിൽ വായിച്ച ഒരാളാണ്. പിന്നീട് ഇപ്പം എന്റെ ഡെലിവറി ആ ഒരു ടൈം സമയത്ത് ഞാൻ പിന്നീടും റീഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് നമുക്ക് ആ ഒരു സുഖം മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനും, അതേപോലെ അങ്ങനെ ഉള്ള ആൾക്കാരാണ് പക്ഷെ ടൈം തികയുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 5 പേജോ 10 പേജോ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു നല്ല ഹാബിറ്റ് ആട്ടോ. നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ വലിയ ഭാരിഷായിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ നമ്മൾ വിചാരിച്ച് നമ്മളെ കൊണ്ട് നടക്കുകയും ചെയ്യും. അതേപോലെ അടുത്ത ഹാബിറ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പെൻസ് ചെയ്യുന്നവരായിരിക്കാം. എന്ത് എക്സ്പെൻസ് ആണെങ്കിലും അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ചെലവായി പോകും പൈസ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അവന്റെ ഹാബിറ്റ് കൊണ്ടുവന്നേ പറ്റുള്ളൂ, ശീലിച്ചേ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവർ എന്നും എന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാ അഹങ്കാരിയാണെന്നൊക്കെ. ചെറുതില് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് മറ്റുള്ളവരടുത്ത് സംസാരിക്കാനോ മറ്റുള്ളവരെ മുഖത്ത് നോക്കാനോ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആരും മുഖത്തേക്ക് നോക്കാതെ നടന്നു പോകട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ പേരാണ് അഹങ്കാരി എന്നുള്ളത്. ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേരൊക്കെ. കാരണം എന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് എൻ്റെ ഒരു സ്വഭാവം ഭയങ്കര അഹങ്കാരം പിടിച്ചതുകൊണ്ടല്ല, പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയെടുത്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എല്ലാവരോടും നമ്മൾ ചിരിക്കുക എന്നുള്ളത്. എല്ലാവരുടെ ഫേസിലേക്ക് നോക്കി, അത് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അവരെ നോക്കി ചിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു പേഴ്സണാലിറ്റി ഒരു മറ്റു വ്യക്തികൾക്ക് കണക്ട് ആവണമെങ്കിൽ ആദ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് സ്മൈൽ എന്നുള്ളത്. അതാണ് അടുത്ത ഹാബിറ്റ്. അത് ചെയ്യുന്നവരായിരിക്കാം പലരും, പക്ഷേ
നമ്മൾ എല്ലായ്പ്പോഴും ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നമുക്ക് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും ആരായാലും അവരുടെ നമ്മളൊന്ന് ചിരിക്കുക എന്നുള്ളത്, നമ്മൾ റോഡിലേക്ക് നടന്നു പോകുന്ന സമയത്താണെങ്കിൽ പോലും മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഗുഡ് ക്വാളിറ്റി വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് തന്നെ ആദ്യം നമ്മൾ എടുത്ത് കിടക്കുന്ന ആള് കൂടെ ഉണ്ടോന്നാണോ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ എവിടെയെന്നാണോ നോക്കുക? നീ കമന്റ് ചെയ്യാട്ടോ. ശരിക്കും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഫോൺ എവിടെയാന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഈ അടുത്ത ഹാബിറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് ഫോൺ യൂസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് തീരെ ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല. നമ്മൾ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഫോൺ ഇല്ലാതെ പറ്റില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് നമുക്കറിയാലോ എത്രമാത്രം ആയിരിക്കും എന്നുള്ളത്. അത് ഞാൻ ഇന്ന് മുതൽ ഈ സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഇത്ര മണിക്കൂറേ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അല്ലാതെ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ യൂസേജ് പോലെ ഇരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ഒന്നും അത് യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്താലും എനിക്ക് പറയാനുള്ള പോയിന്റ് ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളത്. ഫോൺ മാത്രമല്ല കേട്ടോ, എന്ത് ഗാഡ്ജറ്റ് ആണെങ്കിലും ലാപ്പ് ആണെങ്കിലും TV ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഒരു പിടുത്തം വെക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ആട്ടോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. കോംപ്ലിമെന്റ് 1 person എ ഡേ എന്നുള്ളതാട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരു സ്റ്റോറി കേട്ട ഒരു ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ ഒരു ക്ലാസ്സിൽ പോയിരുന്നപ്പോ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഒരു സാറ് പറഞ്ഞിട്ടുള്ളത്, കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് ഇപ്പൊ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് നമ്മുടെ വീട്ടില് കോംപ്ലിമെന്റ്സ് കുറയുന്നത് കൊണ്ടാണ്. ഒരു കുട്ടി ഒരു പേപ്പർ കൊണ്ടുവന്നിട്ടാകുമ്പോൾ നമ്മളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ഒരു 100-ല് 90 മാർക്ക് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ നിന്റെ അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് വാങ്ങുന്ന കുട്ടി എത്ര വാങ്ങിയെന്നായിരിക്കും ചോദിക്കുക. നമുക്ക് ആ ഒരു 90 മാർക്കിന് നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മളത് ചെയ്തിട്ടുണ്ടാവില്ല. എന്താണ് എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യം വന്നിട്ടുണ്ടാവുക. കാരണം തൃപ്തി ഇല്ലാത്തൊരു ലോകമാണ്. നമുക്കൊരാൾ എന്ത് ചെയ്തെന്നാലും നമുക്കത് അത്രയും തൃപ്തി ഉണ്ടാവില്ല. നമുക്ക് തൃപ്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെന്റ് കൊടുക്കാനും തോന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അസൂയാണ്. ഒരു വ്യക്തി നല്ലത് ചെയ്ത് കണ്ടാലും കോംപ്ലിമെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്തുള്ള അസൂയ. അപ്പൊ നമ്മളെ ലൈഫ് നമ്മൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ദിവസത്തിലെങ്കിലും ഒരാളെങ്കിലും, വീട്ടിലും പാരന്റ്സ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, വെച്ച ചായക്കോ ഫുഡിനോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാനെങ്കിലും ശീലിക്കുക. നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കാനും അല്ലെങ്കിൽ നല്ല സമാധാനം കിട്ടാനും വേണ്ടി പറയാവുന്ന ഒരു ഹാബിറ്റ് ആട്ടോ ഇപ്പൊ പറയാൻ പോണത്. ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും ഫോൺ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യാതിരിക്കുക, സ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹെൽത്തിനും അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും എല്ലാത്തിനും. എനിക്ക് എല്ലാവരോടും ഒച്ചത്തിൽ വിളിച്ചു പറയാൻ തോന്നുന്ന ഒരു ഹാബിറ്റ് കേട്ടോ. നമ്മളെ ലൈഫിന് അത്രയും സൂപ്പർ ആക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഹെൽത്ത് ആണെങ്കിലും അതേപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യം, നമ്മുടെ ബ്യൂട്ടി ആയിക്കാലും എല്ലാത്തിനും വേണ്ടിയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. ഇതൊരു വലിയ ഹാബിറ്റ് ആട്ടോ. പലരും മറക്കുന്നത്, സമയമില്ലാതെ നമുക്ക് തിന്നാൻ ചിലപ്പോൾ നമ്മൾ ടൈം കണ്ടെത്തും, പക്ഷെ വെള്ളം കുടിക്കാൻ നമ്മൾ ടൈം കണ്ടെത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്ര അളവ് കുടിക്കണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവില്ല. കുടിക്കും, നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കും ആ രീതിയിൽ. പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാത്തിനും. നമ്മുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് വാട്ടർ എന്നുള്ളത്. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് രോഗങ്ങൾ വരെ കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് ഒരു ഹാബിറ്റ് ആയിട്ട് കേട്ടോ. നമ്മളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയും കുന്നുകൂടി തുടങ്ങും അല്ലെ. അതൊരു 5 വർഷം 10 വർഷം ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരിയില്ല ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഈ പറയുന്ന ഹാബിറ്റ് എന്താണെന്നോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരംതിരിച്ചെടുക്കാൻ പറ്റും. വേണ്ടുന്നതും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ തരംതിരിക്കാല്ലേ. കുറെ പേപ്പർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ടോയ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കുറെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഒരു ദിവസത്തിൽ ഒരു കാര്യം നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. പലപ്പോഴും പലതും ഒഴിവാക്കുമ്പോഴും പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നത്, അത് ലൈഫിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ ഓരോന്നിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വീടിനെ ഭയങ്കര മിനിമലൈസ് ആയി വെക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇതൊരു നല്ലൊരു ഹാബിറ്റ് ആട്ടോ. അപ്പൊ നിങ്ങളുടെ വീടായാലും നല്ല നീറ്റിൽ ആൻഡ് വൃത്തിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പറയുന്നത് എന്റെ ഫേവറേറ്റ് ഹാബിറ്റ്, എന്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത്രയും സന്തോഷം തന്നിട്ടുള്ള ഒരു ഹാബിറ്റ് വേറെ ഉണ്ടാവില്ല. ജനറൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് എന്നും പറയാട്ടോ. നമ്മുടെ ലൈഫിൽ അത്രയും എന്റെ മെന്റലി ഇത്രയും എന്നെ സഹായിച്ചിട്ടില്ല, ആരും ഇല്ലാന്ന് തോന്നിയെടുത്ത് എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹാബിറ്റാണ്
ജനറൽ റൈറ്റിംഗ് എന്നുള്ളത്. ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് 30 days ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നീട് നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് വെക്കാനേ തോന്നില്ല. അതുകൊണ്ട് ജനറൽ റൈറ്റിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. എന്താണ് ജനറൽ റൈറ്റിംഗ്, എങ്ങനെയാണ് ജനറൽ റൈറ്റിംഗ് എന്ന് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പോയി ആ വീഡിയോസ് എടുത്ത് നോക്കാം. പിന്നെ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ക്രിഞ്ചായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് സാധിച്ചെടുക്കുക എന്നുള്ളത്, നമ്മളെല്ലാവർക്കും കുറച്ച് സമയത്തും നമ്മൾ ഭയങ്കര ലോ ആവും. അത് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു കാര്യമാണ്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ ഒരു ഡ്രീമിനെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അതിനോടുള്ള ആഗ്രഹവും ഇഷ്ടവും വാഞ്ചയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഡെയിലി നിങ്ങൾ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാന്നുള്ളത് ഭയങ്കര മടി പിടിക്കും. അപ്പൊ ഞാൻ ഡെയിലി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ ഒരു ത്വരയാണ് ഉള്ളിൽ, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് മസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു. ഇനി 14ാമത്തെ ഹാബിറ്റ് ആയിട്ട് പറയുന്നത് ഷുഗർ ടേക്ക് ചെയ്യുന്നതാട്ടോ. പഞ്ചസാര നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാട്ടോ. പക്ഷെ എനിക്കത് ഇവിടെ ഇരുന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. പറ്റാത്ത ഒരാള് നിങ്ങളുടെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം ചായ, കാപ്പി ഇതൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ഐസ്ക്രീം കിട്ടിയാലും കഴിക്കും, ചോക്ലേറ്റ് കിട്ടിയാലും വലിയ ക്രേസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു പോർഷൻ കഴിക്കും. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല. എന്നാലും ഒരുപാട് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഷുഗർ എന്നുള്ളത്. അത് നിങ്ങളെ ലൈഫിൽ ആവശ്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കത് ലൈഫിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല. രോഗമല്ലാതെ വേറെ ഒരു ഗുണവും കിട്ടാൻ പോണില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ. 15ാമത്തെ പോയിന്റ് ആയിട്ട് ലാസ്റ്റ് ഹാബിറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാട്ടോ. സെലിബ്രേറ്റിംഗ് മീൻസ് ഒരുപാട് ആൾക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ ആഘോഷങ്ങളെന്നല്ല. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളൊന്നും ഒരു വിലയുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ വലുത് കിട്ടുന്നവരെ അവരിങ്ങനെ അവർ ഈ കുഞ്ഞു കുഞ്ഞു ഇതിനൊക്കെ ഭയങ്കരമായിട്ട് തള്ളിക്കളഞ്ഞോണ്ടും പിറുപിറുത്തോണ്ടേയിരിക്കും. അങ്ങനെ ജീവിതം കൊണ്ടുപോകരുത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഒരാളോട് നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാം, അത് തന്നെ ഒരു സെലിബ്രേഷൻ ആണ്. ഞാൻ ഇത് നേടി, എനിക്കിത് നേടാൻ പറ്റി എന്നുള്ളത്. അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ്. അങ്ങനെ നിങ്ങളുടെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക കേട്ടോ. ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ, ഒരു കുഞ്ഞു പെൻസിൽ വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും ഒരു കുഞ്ഞു റബ്ബർ വാങ്ങിക്കൊടുത്താണെങ്കിലും അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അത് അവരുടെ ലൈഫിനെ ഒരുപാട് സന്തോഷിപ്പിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യ നേട്ടങ്ങളിലും സന്തോഷിക്കാനും അതിൽ അവര് തൃപ്തി അടയാനും പഠിക്കും കേട്ടോ. വലുത് കിട്ടണ്ടെന്നല്ല, വലുത് കിട്ടുമ്പോൾ ഒരുപാട് ഹാപ്പി ആയിരിക്കാം. പക്ഷേ വലുത് കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിലൊന്നും ഹാപ്പി ആവാതെ പോകുന്ന ഒരു ലോകമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ലോകം. അതുകൊണ്ട് തന്നെ അങ്ങനെ ശീലിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഹാബിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹാബിറ്റ്സ് ഒക്കെ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.